മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥനാണ്. നേരത്തെ ദേവസ്വം ബോർഡ് ഇദ്ദേഹത്തെ പുറത്താക്കിയിരുന്നു, സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ നടപടികൾ കൈക്കൊണ്ടു. അതിനുശേഷം ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇതിൽ എന്താണ് മുരാരി ബാബുവിന്റെ ഈ വിഷയത്തിലുള്ള പങ്ക് എന്നത് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നേരത്തെ തന്നെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ മുരാരി ബാബു പറഞ്ഞത് താൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന് മുകളിൽ ആളുകളുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് പങ്കാളികൾ, ഇദ്ദേഹത്തിന്റെ റോൾ എന്താണ്, ഗൂഢാലോചന എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കണ്ടുപിടിക്കണം. അനുജ, ഉറപ്പായിട്ടും. കാരണം ഇതിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. എന്നാൽ ശബരിമല എന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അതിനൊക്കെ അപ്പുറത്തേക്ക് അതിനകത്ത് തീരുമാനമെടുക്കണമെങ്കിൽ അത് മുരാരി ബാബു ആണ് എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. ആ എൻ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ആ സീരീസിലെ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിൽ ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിലും SIT പ്രതിപട്ടികയിൽ ചേർത്തവരുടെയും പേരുകൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ അവർക്ക് മാത്രമായി ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ, അതല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഈ ദേവസ്വം അധികാരികളുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് ചോദ്യമാണ്. അതിലടക്കം നമുക്കിനി മറുപടി വരണം. അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം, അതായത് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ്, ഉദ്യോഗസ്ഥലത്തിലെ ഗൂഢാലോചന, ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിലെ പങ്ക്, ഇതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ആ നീക്കത്തിലേക്ക് ഇനി ഇപ്പോൾ SIT കടന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കിയാൽ മുരാരി ബാബു മാത്രമാണോ ഇക്കാര്യത്തിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് അത് തിരികെ വാങ്ങുന്ന സമയത്ത് പരിശോധന നടത്തിയിട്ടുള്ള ആളുകളടക്കം ഇക്കാര്യത്തിൽ പ്രതിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്കറിയാം ആ പ്രതിപട്ടികയിലൊക്കെയുള്ള D സുധീഷ് കുമാർ ഉണ്ട്, അതേപോലെ S ജയശ്രീ ഉണ്ട്, K സുനിൽകുമാർ ഉണ്ട്, S ശ്രീകുമാർ ഉണ്ട്, KS ബൈജു ഉണ്ട്, RG രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തിയത്, RG രാധാകൃഷ്ണൻ ഉണ്ട്, അങ്ങനെ VS രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ശബരിമലയിൽ. അങ്ങനെ ഒരു എൻ സെറ്റ് ഓഫ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യണം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ പൊളിറ്റിക്കൽ ആരോപണം തന്നെ അപ്പുറത്തേക്ക് കോടതി തന്നെ നിരീക്ഷിച്ച കാര്യമുണ്ട്. ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം ആ തീരുമാനം ഇവർ ഒറ്റയ്ക്കെടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കോടതി ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ആ ക്രിമിനൽ കോൺസ്പിറസിയെ കുറിച്ച്, അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രം കിട്ടണം. അതിനുവേണ്ടിയിട്ടാണ് മുരാരി ബാബുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകും. അതിനുശേഷം അനുജ, നമ്മൾ ഈ പറയുന്ന ദേവസ്വം ബോർഡ് അധികാരികളുടെ ഗൂഢാലോചന മാത്രവുമല്ല, അതിന് പുറത്തേക്ക് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ള പല പേരുകൾ, നാഗേഷ്, കൽപേഷ, പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതിലെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്, അവർ ഈ ഉദ്യോഗസ്ഥരുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുരാരി ബാബുവിന് കൃത്യമായ മറുപടി അന്വേഷണ സംഘത്തിനോട് പറയേണ്ടി വരും. അതായത് പ്രാഥമിക റിപ്പോർട്ടാണ് താൻ നൽകിയിട്ടുള്ളത് എന്നത് മുരാരി ബാബു നേരത്തെ പറഞ്ഞു. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിലും പറഞ്ഞിട്ടുള്ളത്. അതിന് അനുമതി നൽകുന്നത് മുകളിലേക്കുള്ളവരാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചിരിക്കാം എന്നതിലേക്ക് വിശദമായി തന്നെ പോകേണ്ടതുണ്ട്. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇന്ന് അറസ്റ്റിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം, അതിന്റെ വിശദാംശങ്ങൾ. അതായത് ഈ ഉദ്യോഗസ്ഥലത്തിലെ ഗൂഢാലോചന സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ SIT അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴൊക്കെ അദ്ദേഹത്തിന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുമ്പോഴും അതിനുശേഷം ചോദ്യം ചെയ്യലിനിടയിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ മാത്രം ചെയ്തതല്ല, തന്നെ കുടുക്കിയതാണ്, മറ്റു ചില ആളുകൾ ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ടാകാം. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ ക്രൈമിന്റെ ഫസ്റ്റ് പാർട്ട് അന്വേഷിച്ചു കഴിഞ്ഞു. അതിൽ ശബരിമലയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ, അതിനെന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ കൃത്യമായ മറുപടി ഉണ്ട്. അത് കോടതിക്കകത്ത് നിൽക്കുന്ന സീക്രട്ട് റിപ്പോർട്ടാണ്. അതിന്റെ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതായത് ആ സ്വർണ്ണപ്പാളി എന്ത് ചെയ്തു, എവിടേക്കാണ് പോയത്, അതിനുശേഷം അതിപ്പോൾ ആരുടെ പക്കലുണ്ട്, അതിനുപയോഗിച്ച പണം, അതിന് പ്രതിഫലമായി കിട്ടിയ പണങ്ങൾ എന്ത് ചെയ്തു ഒക്കെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ധാരണ അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ടാകും. അതിന്റെ രണ്ടാം ഘട്ടമാണ് ക്രിമിനൽ കോൺസ്പിറസി. ആ കോൺസ്പിറസി തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട, അവർ ആരാധനയോട് കാണുന്ന കോടിക്കണക്കിന് വിശ്വാസികളുടെ ഒരു വിശ്വാസ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള ശബരിമലയിൽ നിന്നും ഒരു സംഭവം അത് അടർത്തിയെടുത്തുകൊണ്ട് പോകുന്നു. അതൊരു ആചാരലംഘനം എന്ന രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും അതങ്ങനെ അടർത്തിയെടുത്തുകൊണ്ട് പോയാൽ ക്രിമിനൽ കോൺസ്പിറസി അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമ്പോൾ അയ്യപ്പനെ സംരക്ഷിക്കേണ്ടവർ തന്നെ അക്കാര്യത്തിൽ ക്രിമിനൽ കോൺസ്പിറസി നടത്തി, കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നൊക്കെയുള്ള കണ്ടെത്തൽ ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അതിന്റെ ആദ്യഘട്ടം എന്നോണം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നു. മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കാം അടുത്ത ഘട്ട നടപടികൾ ഉണ്ടാവുക. അക്കാര്യത്തിലും ഞാൻ ഈ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലേക്ക് അന്വേഷണത്തിന് എത്തി നിന്നാൽ അതും വലിയ
വലിയ വാർത്തയാകും, വലിയ വിവാദമാകും. അതിനൊക്കെയുള്ള സാധ്യത നമുക്കുണ്ട്. ഏതായാലും ആ ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ അത് മുരാരി ബാബുവിൽ നിന്ന് കിട്ടുന്നുണ്ട്. മാത്രമല്ല ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള മറ്റിടപാടുകൾ, പ്രത്യേകിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഡയറക്റ്റ് പോയിന്റ് എന്ന രീതിയിൽ ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് മുരാരി ബാബുവിനാണ്. അപ്പോൾ മുരാരി ബാബുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ SITക്ക് ശേഖരിക്കാനുണ്ട്. ആ നീക്കത്തിലേക്ക് SIT കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ കൊടുത്ത് കസ്റ്റഡിയിൽ കിട്ടിയാൽ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. സന്നിധാനത്തൊക്കെ എത്തി നേരത്തെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ ആ പരിശോധനയ്ക്ക് രേഖകളടക്കം പരിശോധിച്ച് നമ്മൾ കണ്ടതാണ്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ്, അതായത് അവരുടെ മീറ്റിംഗ് മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇതിനോടകം തന്നെ SIT പിടിച്ചെടുത്തിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരം. അപ്പോൾ ആ രീതിയിൽ ഈ രേഖകളിൽ കൃത്രിമത്വം എന്നതിനപ്പുറത്തേക്ക് ഇവർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് SITക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം. അതിലാണ് ഇനി SITയുടെ അന്വേഷണം തുടരുക. അനുജ, ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് കൂടി സംഭവിച്ചിരിക്കുന്നത്. രണ്ടാം പ്രതി ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മുൻപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു, അതിനുശേഷം എക്സിക്യൂട്ടീവ് ഓഫീസറായി, പിന്നീട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ പങ്ക് ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തി നൽകി. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കൃത്യമായി ഇത് നൽകണമെന്ന നിലപാടെടുക്കുന്നു. അങ്ങനെ പലതരത്തിൽ അദ്ദേഹം സംശയ നിഴലിൽ നിൽക്കുന്നയാളാണ്. എന്താണ് അദ്ദേഹത്തിന്റെ റോൾ, അദ്ദേഹത്തിന് പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഗൂഢാലോചന, ഇത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് ഒക്കെ അന്വേഷണ സംഘത്തിന് എത്തേണ്ടതുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം നടത്തുകയാണ്. ഇന്നലെ രാത്രി പെരുന്നയിലെ വസതിയിലെത്തി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ, അല്പസമയം മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ കേസിലെ രണ്ടാമത്തെ അറസ്റ്റാണ് നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.